പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. അൽമോമന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. കർത്താവിൻ്റെ വചനം ഇന്ന് പ്രഭാതവേളയിലും വളരെ ശക്തമായി നമ്മോട് ഇടപെടുന്ന ഒരു ഭാഗമാണ്. പ്രൊവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 26. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനത്തിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ജീവിതക്രമത്തിൽ ജ്ഞാനത്തിൻ്റെ മൂല്യം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന പിതാവ്, അതോടൊപ്പം തന്നെ ഒരു മകൻ എപ്രകാരമായിരിക്കണം, എങ്ങനെ ഭവനത്തിലായിരിക്കണം, എങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത്, യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും, അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇന്ന വിഷയത്തിലൊക്കെ ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന ചിന്താഭാരത്തോടെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്നും അങ്ങനെ ഭാരത്തോടെ ഈ പ്രഭാതത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നീ കുടുങ്ങാതെ വണ്ണം നിൻ്റെ കാലുകളെ കാക്കുവാൻ കർത്താവ് ആശ്രയമായിരിക്കട്ടെ. കർത്താവ് ആശ്രയമായിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കാലുകൾ കുടുങ്ങാതെ വണ്ണം ദൈവനെ പരിപാലിക്കും. ദൈവം അവളെ പരിപാലിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ എന്നെ അവരെന്ത് ചെയ്യുന്നു, എന്നെ അവർ അകപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഭീതി നമ്മുടെ മേൽ അത് വീണിട്ടുണ്ടെങ്കിൽ പ്രഭാതത്തിൽ പ്രാർത്ഥനയും ദൈവത്തിൽ ആശ്രയവും വയ്ക്കുമ്പോൾ ഒരിക്കലും നീ കുടുങ്ങിപ്പോകത്തില്ല. ആ ജോലിയോടുള്ള ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിൽ, ഹോസ്റ്റലിൽ താമസിക്കുന്നതിനുള്ള ബന്ധത്തിൽ, ഇപ്പോൾ അവർക്ക് കൊടുത്ത പണത്തോടുള്ള ബന്ധത്തിൽ, ആപ്ലിക്കേഷനോടുള്ള ബന്ധത്തിൽ, ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു സംബന്ധമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ആരോഗ്യ സംബന്ധമായ വിഷയം, ഇതൊന്നും കുടുങ്ങാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ആകിയാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, യഹോവ ആശ്രയമായിരിക്കട്ടെ. കർത്താവ് ആശ്രയമായിരിക്കുന്ന കുഞ്ഞ്, നിൻ്റെ കാല് കുടുങ്ങാതെ വണ്ണം ദൈവം കാക്കും. വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ്, എൻ്റെ കാല് കുടുങ്ങാതെ വണ്ണം എൻ്റെ ദൈവം എന്നെ കാക്കും. കർത്താവ് കാക്കും കേട്ടോ. എല്ലായിടത്തും ദൈവം എന്നെ നിങ്ങളെയും കാത്തു പരിപാലിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.